ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കടായിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്, അതുപോലെ ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചിക്കനാണ്. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂണ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1-2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ആദ്യം ഇതിലേക്കുള്ള മസാലപ്പൊടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് 4 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് പെരുംജീരകം, പിന്നെ വേണ്ടത് 1.5 ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യൂമിൻ, പിന്നെ വേണ്ടത് വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസിലുള്ളത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇത് ചെറുതായി റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. അപ്പോൾ ഇത് ചൂടാറുമ്പോൾ നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഏറ്റവും ചെറിയ ജാറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഒരു തരിതരിപ്പോടെ പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നല്ലോണം ഫൈൻ പൗഡർ ആവണമെന്നില്ല. അപ്പോൾ ഇത്രയും മതി. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ തക്കാളി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വലിയ 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 4 എണ്ണം എടുക്കുക. മീഡിയം സൈസിലുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 3 എണ്ണം മതിയാകും. അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കടായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കടായി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിലോട്ട് 2-3 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 ഏലക്ക, 2 ഗ്രാമ്പു ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഒരു ലോ ഫ്ലെയിമിൽ. അങ്ങനെ നല്ലോണം കളറ് മാറാനൊന്നും നിൽക്കാണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഇഞ്ചി ക്രഷ് ചെയ്തത്, അതുപോലെ സെയിം അളവിൽ 1/4 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഒരു ഓൾമോസ്റ്റ് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഓൾമോസ്റ്റ് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്.
ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി. നമ്മൾ എത്രയാണോ മുളക് പൊടി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വറുത്ത് പൊടിച്ച ജീരകപ്പൊടി, അതൊരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് പകുതി വേവ് ഓൾറെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല വേവുള്ള ചിക്കൻ ആണെങ്കിൽ 1 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിലോട്ട് 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇതിപ്പോൾ ഇത്രയും മതി. ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം. ഇനി ഇതിലോട്ട് ഒരു പകുതി സവാള അരിഞ്ഞത്, അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞത്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റോളം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചൂടാക്കിയിട്ട് കൈകൊണ്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം തിക്ക് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ, ചൂടുവെള്ളം. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചൂടാറി കഴിയുമ്പോൾ പിന്നെയും തിക്കാവും. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ ഒരിച്ചിരി ഒരു 1-2 ടേബിൾ സ്പൂണ് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ കുറച്ച് തിക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം, ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിള വരുന്നുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള ചിക്കൻ കടായി ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്